ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിലൂടെ എം എസ് എക്സലിൻ്റെ റെഫറൻസുകളാണ്. ബുക്ക് റെഫറൻസ് ഉണ്ട്, സെൽ റെഫറൻസ് ഉണ്ട്, വർക്ക്ഷീറ്റ് റെഫറൻസുകളുണ്ട്. ഈ റെഫറൻസുകളുടെ ക്രമമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ ഫോർമുലകളെ ചിട്ടപ്പെടുത്തുന്നത്. ഫോർമുലകളുടെ കണ്ടൻസായിട്ട് വരുന്നത് ഡേറ്റകളേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ സെല്ലുകളുടെ റെഫറൻസും അതുപോലെ തന്നെ ബുക്ക് റെഫറൻസോ വർക്ക്ഷീറ്റിൻ്റെ റെഫറൻസുകളോ ആയിരിക്കും നമ്മുടെ ഒരു ഫോർമുലയുടെ കണ്ടൻസായിട്ട് നമ്മൾ അടക്കം ചെയ്യപ്പെടുന്നത്. ബുക്ക് റെഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫയലിനകത്ത് തയ്യാറാക്കപ്പെട്ട നിശ്ചിത ഇൻഫർമേഷനുകൾ മറ്റൊരു ഫയലിലേക്ക് നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിൽ കോപ്പി പേസ്റ്റാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾക്ക് എം എസ് എക്സലിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു പ്രോഗ്രാമിലോ നമുക്ക് ഒരു സോഴ്സ് ആയിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ സോഴ്സ് ഫയലിൽ നിന്ന് ഞങ്ങൾ പകർത്തുന്ന വിവരങ്ങൾ മറ്റൊരു ഫയലിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഡെസ്റ്റിനേഷനായിട്ടും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ബുക്ക് റെഫറൻസ് കൊണ്ട് നമ്മൾ ഒരു ഫയലിലുള്ള ഇൻഫർമേഷൻസ് മറ്റൊരു ഫയലിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ എവിടെ നിന്നാണോ നമ്മൾ ഇൻഫർമേഷൻസ് കൊണ്ടുവന്നത് ആ ഫയലുകൾക്കുള്ളിലുണ്ടാവുന്ന ഓരോ മാറ്റവും റിഫ്ലക്റ്റ് ചെയ്യാൻ ബുക്ക് റെഫറൻസ് വഴിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അതേ അവസരത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധ്യത നമ്മൾക്ക് ലഭ്യമാകില്ല. നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ ബുക്ക് റെഫറൻസിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായി ഞാനിവിടെ 2 എക്സലിൻ്റെ ഫയലുകൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് രണ്ടും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചതാണ്. അവിടെ ഒരു സോഴ്സ് ഫയലും ഉണ്ടാവും, ഒരു ഡെസ്റ്റിനേഷൻ ഫയലും ഉണ്ടാവും. സോഴ്സ് ഫയൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഫയലിൽ ആ ഡേറ്റകൾ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഒരു കാര്യം പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. എന്നാൽ കോപ്പി പേസ്റ്റ് ആകുമ്പോൾ നേരെ തിരിച്ചാണ്. ഒരു ഫയലിൽ നിന്ന് മറ്റൊരു ഫയലിലേക്ക് നമ്മൾ കണ്ടൻസ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഴ്സ് നഷ്ടപ്പെട്ടാലും നമ്മൾക്ക് ആ ഇൻഫർമേഷൻ അവിടെ നിലവിലുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല. സോഴ്സ് ഫയൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുള്ള വിവരങ്ങൾ നമ്മളെടുത്ത് മറ്റൊരു ഡെസ്റ്റിനേഷൻ ഫയലിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സോഴ്സ് ഫയൽ നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഡെസ്റ്റിനേഷനകത്തുനിന്നും ആ ഡേറ്റകൾ നഷ്ടപ്പെടും. അല്ലെങ്കിൽ അവിടെ എന്ത് ചേഞ്ചസ് വരുത്തുന്നോ അതിവിടെയും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടിലൂടെ മാത്രമേ എനിക്ക് തുടർന്നുള്ള വീഡിയോകൾ കൂടുതൽ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ദയവായി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ഓണാക്കിയിടുക. അത് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ മൊബൈലിലെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കത് ലഭ്യമാകുന്നതായിരിക്കും. നമ്മൾക്ക് നേരെ ഇനി ബുക്ക് റെഫറൻസ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഞാൻ ഈ തുറന്നു വെച്ചിരിക്കുന്ന ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ബുക്ക് 2 എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു എക്സ്റ്റൻഷൻ നെയിമും ഉണ്ട്. ഞാൻ കഴിഞ്ഞ വിൻഡോസിൻ്റെ വീഡിയോകളിൽ ഞാൻ ഫയലുകൾക്ക് പേര് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ദയവായി ആ വീഡിയോകൾ വാച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ബുക്ക് 2 എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഷീറ്റ് 1 എന്ന് പറയുന്ന ഒരു പേജിലാണ് ഞാനിത് അടക്കം ചെയ്തിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻസിനെ എനിക്ക് മറ്റൊരു ഷീറ്റിലേക്ക് ഉപയോഗമുണ്ട്. അതിനകത്ത് എനിക്ക് വേണ്ടുന്നത് പ്രോഡക്റ്റിൻ്റെ നെയിം മാത്രം മതി, പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് മാത്രം മതിയാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം, മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് എം എസ് എക്സലിൽ നമ്മൾക്ക് റെഫറൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എം എസ് എക്സലിൽ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന ഇൻഫർമേഷൻസുകൾ 2 തരത്തിൽ നമുക്ക് വേണമെങ്കിൽ വേർതിരിക്കാം. ഒന്ന് ഡയറക്റ്റ്ലി നമ്മൾ എൻ്റർ ചെയ്യുന്ന നോർമൽ ലേബലുകളും നമ്പറുകളും ഒക്കെ നമ്മൾക്ക് അടക്കം ചെയ്യപ്പെടുന്ന ഒരു വിവരമായിട്ടും, മറ്റൊന്ന് നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഇൻഫർമേഷൻസിന് ഒരു കാൽക്കുലേഷൻ നടത്തേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എഴുതുന്ന നിർദ്ദേശങ്ങളെ ഫോർമുലകളായിട്ടാണ് അറിയപ്പെടുന്നത്. ആ ഫോർമുലകൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് എം എസ് എക്സലിൽ ഒരു ഈക്വൽ സിമ്പലിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. എപ്പോഴും നമ്മൾ ബിഗിനിങ്ങിൽ നമ്മളൊരു ഈക്വൽ സിമ്പൽ ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഫോർമുലകൾ നമ്മൾ തയ്യാറാക്കാൻ, ഫോർമുലകൾ എഴുതാനോ അല്ലെങ്കിൽ ഫോർമുലകൾ പറയാനോ നമ്മൾക്ക് കഴിയുകയുള്ളൂ. അതെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടർ അതൊരു ഫോർമുലയായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ, നമ്മൾക്കൊരു കാൽക്കുലേഷനെ സാധ്യമാക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു ഫയലിലേക്ക് ഞാൻ ഈ പറയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഞാനിപ്പോൾ മറ്റൊരു ഫയൽ തുറന്നിട്ടുണ്ട്.
അവിടെ ഞാൻ ആദ്യം ഇതൊരു ഫോമുലയാണ്, അതിനാൽ ഞാൻ ഈക്വൽ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫയലുകളുടെ റെഫറൻസിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫയലിൻ്റെ നെയിമിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അടക്കം ചെയ്യുക എന്നുള്ളതാണ്. ഈ ബ്രാക്കറ്റിനുള്ളിൽ അടക്കം ചെയ്യുക. ഇവിടെ എൻ്റെ ഫയലിൻ്റെ പേര് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, book2.xls XLSX എന്നാണ് ഇവിടെ എൻ്റെ ഫയൽ MS Excelനകത്ത് ഞാൻ തയ്യാറാക്കി സേവ് ചെയ്ത ഫയലുകളുടെ ഫുൾ നെയിം ഇതാണ്. അത് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അടക്കം ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് വർക്കാവത്തില്ല, എറർ വരും. അതിനുശേഷം ഏത് ഫയലിൽ, ഏത് ബുക്കിലെ, ഏത് ഷീറ്റിൽ നിന്ന്, ഏത് പേജിൽ നിന്നാണ്, ആ പേജിന് ഒരു പേരുണ്ടെന്ന് കഴിഞ്ഞ എക്സലിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരുന്നു. ഷീറ്റ് 1, ഷീറ്റ് 2 എന്നാണ് പേജുകളെ നമ്മൾ വർക്ക് ബുക്കിനകത്ത് അറിയപ്പെടുന്നത്. ആ ഷീറ്റിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുക, ഷീറ്റ് 1 എന്നുള്ളതാണ്. അതിനുശേഷം ഷീറ്റിൻ്റെ റെഫറൻസായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഇത് അടുത്ത വരുന്ന വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഷീറ്റ് 1 വന്നു. ഏത് സെല്ലിൽ നിന്നാണോ നമുക്ക് ഇൻഫർമേഷൻ വേണ്ടുന്നത് ആ സെല്ലിൻ്റെ പേരും നമ്മൾ പറഞ്ഞു കൊടുക്കുക. എ എന്ന് പറയുന്ന കോളത്തിലെ 1ാമത്തെ റോയിൽ നിന്നുള്ള ഡേറ്റയാണ് എനിക്ക് ആവശ്യം, അതുകൊണ്ട് ഞാനിത് മെൻഷൻ ചെയ്തിരിക്കുന്നു. നോക്കുക, ഈക്വൽ സിമ്പൽ കമ്പൽസറി വേണം ഒരു ഫോമുല ആയതിനാൽ. അതിനുശേഷം ഫയലിൻ്റെ നെയിമിനെ അടക്കം ചെയ്യേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന എക്സലുകളുടെ വെർഷൻ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഈ 2ാമത്തെ നെയിം എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്നു. ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന MS Excelന് ഫയൽ നെയിം എന്ന് പറയുന്നത് XLS എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ പുതിയ വെർഷനുകളിൽ ഒരു എക്സ് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം വരുന്ന പാർട്ട് ഏത് പേജിൽ നിന്നുള്ള വിവരങ്ങളാണ്, അത് ഷീറ്റ് 1, എന്നിട്ട് ഷീറ്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം A1 എന്ന് പറയുന്ന സെല്ലിൻ്റെ റെഫറൻസാണ്. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റ അവിടെ കിട്ടും, നേരത്തെ ഉണ്ടായിരുന്നത്. തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, MS Excelൽ ഏറ്റവും കൂടുതൽ മൗസിൻ്റെ ഒരു പ്രവർത്തനമായതിനാൽ നിങ്ങൾ മൗസ് കൺട്രോളർ നല്ലവണ്ണം പ്രാവർത്തികമാക്കിയിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പരിശീലനം നേടുക. അതിന് എളുപ്പമാർഗ്ഗം നിങ്ങൾ ചെയ്യേണ്ടത് പെയിൻറ്റ് ബ്രഷ് എടുക്കുക, ഒരു പടം വരയ്ക്കാൻ ശ്രമിക്കുക. പടം വരയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ ആനയെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ കഴുതയായി വേറും, കഴുത വരയ്ക്കുമ്പോൾ ചിലപ്പം നമുക്ക് പശുവായിട്ട് കിട്ടും. തൽക്കാലം ആദ്യത്തെ ഘട്ടത്തിലൊക്കെ അങ്ങനെ ആയിരിക്കും നമ്മൾക്ക് ലഭ്യമാകുന്നത്. അത് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മൗസ് നമ്മുടെ കൺട്രോളിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ആനയെ വരയ്ക്കുമ്പോൾ ആനയെ തന്നെ കിട്ടും, അതല്ലെങ്കിൽ കഴുതയായിട്ടായിരിക്കും നമ്മൾക്ക് ലഭ്യമാകുന്നത്. ഇവിടെ നോക്കുക, MS Excelൽ കർസർ എന്ന് പറയുന്ന പോയിൻ്റർ, അത് വേഡിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വേഡിൻ്റെ വീഡിയോകൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കർസർ എന്താണെന്നുള്ളത്. അപ്പം ഇവിടെ കർസറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു റെക്റ്റാങ്കിൾ ബോക്സാണ്, കാരണം ഇവിടെ ഒരു സെല്ലുകളായിട്ട് അറിയപ്പെടുന്നത്. അതൊരു ബോക്സാണ്. അതിൻ്റെ ബോക്സിലെ റൈറ്റ് സൈഡിൽ ബോട്ടമിൽ നമുക്കൊരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടോട്ട് മൗസ് പോയിൻ്റർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്ലസ് സിമ്പൽ അവിടെ ലഭ്യമാകും. അതിൽ പിടിച്ച് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിനെ ഡ്രാഗ് ചെയ്യുക എന്നാണ് പറയുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ എന്താണോ അതേപോലെ തന്നെ താഴോട്ട് പകർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് റൈറ്റിലേക്ക് വേണമെങ്കിൽ വലിക്കാം, ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ വലിക്കാം, ടോപ്പിലേക്ക് വേണമെങ്കിലും ബോട്ടമിലേക്ക് വേണമെങ്കിലും, എവിടോട്ട് വേണമെങ്കിലും, അപ്പും വേണമെങ്കിൽ പറ്റും, ഡൗൺ ആണെങ്കിൽ പറ്റും, എവിടെ വേണമെങ്കിലും. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഈ എഴുതിയ ഫോമുല തന്നെ കോപ്പി ചെയ്ത് താഴോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻസ് ഇവിടെ കിട്ടും. മറ്റേ ആ ഫയലിലുണ്ടായിരുന്ന വിവരങ്ങൾ ഇവിടേക്ക് അത് ഓട്ടോമാറ്റിക്കലി വന്നു. എനിക്ക് വേണ്ടിയിരുന്നത് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ആണ്, അതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റ് മാത്രമേ ഇങ്ങോട്ടേക്ക് മാറ്റുന്നുള്ളൂ. ഈ വിവരങ്ങൾ നമുക്കിവിടെ ലഭ്യമായി കഴിഞ്ഞു. അവിടെ ആ സെല്ലുകൾക്കുള്ളിൽ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ 0 ആയിട്ട് തന്നെ ഇവിടെ വരുന്നു. ഇവിടെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ക്രോക്കോസിൻ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. ആ വാല്യൂവിനെ ഞാൻ മാറ്റുക, അല്ലെങ്കിൽ ഡോളർ എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ മാറ്റുകയാണെങ്കിൽ, ഒരു സോഴ്സിൽ മാറ്റുകയാണെങ്കിൽ ഇവിടെ അത് ചേഞ്ചസ് വരും. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ഞാൻ പോളോ എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റെ മെയിൻ സോഴ്സ് ഫയലിൽ, അതേപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഫയലിൽ പോളോ എന്ന് മാറിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ MS Excelലെ ബുക്ക് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കേ.